ഇന്ന് നമ്മളൊരു ജേണലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. വെറും ജേണലല്ല, പിങ്ക് ജേണൽ. അപ്പോൾ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിങ്ക് കളറിലുള്ള ജേണലാട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ഒട്ടിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ഇതിൽ റെഡ് കളർ മുക്കിയതാണ്, പക്ഷേ റെഡ് അവിടെ ഇവിടെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ പിങ്ക് ആയി വന്നു. അപ്പോൾ അത് നമുക്ക് പിങ്ക് കളർ ജേണലിൽ ഉപയോഗിക്കാം. ഇത് ക്ലൗഡ് വാഷി ടേപ്പാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിന്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ, ഒരു ഷോർട്സ് ആയിട്ട്. ഇതൊരു 3-4 കളറിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേറെ പല ക്രാഫ്റ്റുകളിലൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇതും ഞാൻ ഉണ്ടാക്കിയെടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു പേപ്പറിൽ, ഒരു കള്ളിയുള്ള ഒരു പേപ്പറിൽ പിങ്ക് കളറിൽ ഈ രീതിയിൽ ലൈനായിട്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ടുള്ളതാണ്. ഇതും ഞാൻ ജനറൽ സപ്ലൈ ഉണ്ടാക്കുന്ന കൂടെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പ്രിന്റ് എടുത്തിട്ട് അതിലേക്ക് പിങ്ക് കളർ അടിച്ചു കൊടുത്തു. അതുപോലെ ഈ ബട്ടർഫ്ലൈ ഒക്കെ അതേപോലെ തന്നെ പ്രിന്റ് എടുത്തിട്ട് ഞാൻ പിങ്ക് കളർ അടിച്ചു കൊടുത്തതാണ് കേട്ടോ. അതുപോലെ ഈ വേർഡ്സും ഒക്കെ ഞാൻ പ്രിന്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ ജനറൽ സപ്ലൈ ഒന്നും ഞാൻ വാങ്ങിയതല്ല. ഈ പേജ് നമ്മുടെ 1ാം ക്ലാസ്സുകാരുടെ ബുക്കില്ലേ, ഈ കള്ളിയുള്ള മാത്സ് ബുക്ക്, അത് ഞാനിങ്ങനെ അതേപോലെ തന്നെ ബ്ലാക്ക് കളർ പേന വെച്ചിട്ട് തന്നെ ചെറിയ ചെറിയ കള്ളിയാക്കിയിട്ട് വരച്ചിട്ടുള്ളതാട്ടോ. ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഈ സ്റ്റിക്കർ മാത്രമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇനി ആ ഒരു പോർഷൻ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കുറെ സ്റ്റിക്കറൊക്കെ എടുത്ത് ഒട്ടിക്കാം. ഇതിന് മാച്ച് ആവുന്ന സ്റ്റിക്കറുകൾ നോക്കിയെടുക്കുന്നത് തന്നെ ഒരു പണിയാണ്. പിന്നെ ചെറിയ ടേപ്പുകളൊന്നുമില്ല. അപ്പൊ ചെറിയൊരു ടേപ്പ് പോലെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. ഇതൊരു ഫോട്ടോ ഫ്രെയിം പോലത്തെ സ്റ്റിക്കറാണ്, അത് അവിടെ ഒട്ടിച്ചു കൊടുത്തു. ഇനി ആ മോൾ വശത്ത് ഒരു ലെറ്റർ ആണ് മാച്ച് എന്ന് തോന്നി, അപ്പൊ ചെറിയൊരു ലെറ്ററും കൂടി അവിടെ ഒട്ടിച്ചു കൊടുത്തു. ഇനിയും എന്തൊക്കെയോ കുറവുകൾ അവിടെ തോന്നിയിട്ടുണ്ട്. ഇനി അത് പിങ്ക് കളറാക്കണ്ടേ, അപ്പൊ അത് പിങ്ക് കളറാക്കി. പിന്നെ ചെറിയ സ്റ്റിക്കറുകൾ നോക്കിയിട്ട് ഫ്ലവറിന്റെ ഒക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് ആ ലെറ്റർ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇതൊന്നും മുൻകൂട്ടി ചിന്തിച്ചു വെച്ചതല്ല, ചെയ്തു വരുമ്പോൾ ഓരോന്ന് തോന്നുന്നു, അതങ്ങനെ തന്നെ ചെയ്യുന്നു. പിന്നെ ഇവിടെ എന്തോ ഒരു ബ്ലാങ്ക് തോന്നി. അപ്പൊ ഞാൻ അവിടെ കുറച്ച് പിങ്ക് കളർ അടിച്ചു കൊടുത്തു. അതിന്റെ മോളിൽ കൂടെ ഈ ഗ്ലിറ്റർ പെന്ന് തന്നെ പിങ്ക് കളർ, അത് പിങ്ക് അല്ല, കുറച്ച് ഡാർക്കാണ്, അതുകൊണ്ടൊരു ഔട്ട്ലൈൻ കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെയ്യുന്ന ജേണലിൽ പിങ്ക് അല്ലേ, പിങ്ക് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറായോ ഇഷ്ട? അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ. അപ്പൊ നോക്കിയപ്പോ ഒരു കപ്പിന്റെ ഉള്ളിൽ നിന്ന് ഒരു പിങ്ക് കളർ ഇങ്ങനെ ഒഴിച്ചിടുന്ന പോലത്തെ ഒരു സ്റ്റിക്കർ കിട്ടിട്ടോ. അപ്പൊ ഞാൻ വേഗം അതവിടെ ഒട്ടിച്ചു കൊടുത്തു. ആ കപ്പിൽ നിന്ന് കുറച്ച് പിങ്ക് കളർ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പൊ കുറച്ച് ഫ്രൂട്ട്സും അതിന്റെ കൂടി ഉണ്ട് കേട്ടോ. ഇപ്പൊ ആ പിങ്ക് എന്ന് എഴുതിയേക്കണതുമ്മേന്ന് ആ കപ്പിൽ നിന്ന് ആ പിങ്ക് കളർ പുറത്തേക്ക് പോകുമ്പോ ഒരു പ്രത്യേക എന്തോ ഒരു പ്രത്യേകത ഇല്ലേ? അത് തന്നെ. ഇനി എന്തായാലും ആയിക്കോട്ടെ. ഇതിപ്പോ എങ്ങനെയുണ്ട് കാണാനായിട്ട്, അത് മാത്രം പറഞ്ഞാൽ മതി. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിച്ച് ഇങ്ങോട്ട് കൂട്ടണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവര്, അതുപോലെ ജേണൽ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ശരിക്കും പിങ്ക് കളർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ അതിനുണ്ട്. അത് എന്തായാലും ഉണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്യണമെങ്കിലും ഓടി വെത്തുന്നത് മനസ്സിലേക്ക് ഈ ഒരു പിങ്ക് കളറായിരിക്കും. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.